നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇതും വലിയ ദൈർഘ്യമേറിയ വീഡിയോ ഒന്നും അല്ല കേട്ടോ. കാരണം അന്ന് ഏറെ പണികളുണ്ടായിരുന്നു. രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റു, ചായയൊക്കെ ഇട്ടു, പക്ഷെ ഒരുപാട് വൈകിപ്പോയി. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പള്ളിയിൽ പോകാനെല്ലാം റെഡി ആയപ്പോഴത്തേക്ക് സമയം ഒരുപാട് വൈകിയതുകൊണ്ട് ഞാൻ വിചാരിച്ചു മോനുകുട്ടനെ സൺഡേ സ്കൂളിന് വിടാം. കുർബാന എന്തായാലും പകുതി കുർബാനയ്ക്ക് ചേർന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് പിന്നെ പോയില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു വന്നിട്ട് കഴിക്കാൻ ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു, മോനുകുട്ടനെ അങ്ങോട്ട് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ഞാൻ പയറൊക്കെ അടുപ്പ് വെച്ചു, പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിയൊക്കെ നനച്ച് വെച്ചു. പഴം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇച്ചിരി പയർ അടുപ്പിലിട്ട് കേട്ടോ. പിന്നെ കുളിയൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞു, പള്ളിയിൽ പോകണമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ മോനുകുട്ടനെ സൺഡേ സ്കൂളിന് വിടാൻ സമയമായി. 9:30 ആയപ്പോഴത്തേക്ക് മോനുകുട്ടനെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് പള്ളിയിലോട്ട് പോയി. അവനെ സൺഡേ സ്കൂളിന് ഇരുത്തിയാലും എനിക്ക് ഉച്ചയ്ക്ക് വീണ്ടും പോയി തിരിച്ച് വിളിച്ചിട്ട് വരണം. മുത്തിവിടെ ഉള്ള സമയങ്ങളിലൊക്കെ അവനായിരുന്നു ഈ ഓട്ടവും പാച്ചിലും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ 2 വീലർ ഉണ്ടല്ലോ, പോയി വരാൻ എളുപ്പമാണല്ലോ എന്നൊക്കെ വിചാരിക്കും കേട്ടോ. പക്ഷേ നമ്മളിങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് പോയിട്ട് വീണ്ടും വന്ന് ഡ്രസ്സ് മാറി വീണ്ടും ഡ്രസ്സ് ചെയ്ത് പോവുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര പ്രയാസമാണ് കേട്ടോ. അതൊക്കെ എൻ്റെ അവസ്ഥയിലൊക്കെ ഇരിക്കുന്നവർക്ക് മനസ്സിലാകും അത് എന്താണ് ബുദ്ധിമുട്ടെന്നൊക്കെ ഉള്ളത്. നമ്മുടെ കയ്യും കാലും ഒക്കെ വേദനയും പ്രയാസങ്ങളുമാണ്, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പള്ളിയിലെത്തി. അപ്പോഴത്തേക്ക് കുർബാന കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സൺഡേ സ്കൂൾ ക്ലാസ്സുകളല്ല, ഇന്ന് കുട്ടികളുടെയൊക്കെ പരിപാടികളൊക്കെയാണ്. മോനുകുട്ടനെ സൺഡേ സ്കൂളിന് വിട്ടു. സൺഡേ സ്കൂളല്ല, ഇന്ന് പ്രോഗ്രാമാണ് കേട്ടോ. ഞാൻ പോകുന്നതിന് മുമ്പേ പുട്ടിൻ്റെ പൊടിയൊക്കെ നനച്ച് വെച്ചു, പയറൊക്കെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടാണ് പോയത്. പഴം മേടിച്ചു, എന്നാൽ എനിക്ക് പയറും പപ്പടവും കൂടെ പുട്ടിൻ്റെ കൂടെ കഴിക്കണമെന്നൊരാഗ്രഹം. അപ്പം ഞാൻ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പോയത്. നമുക്ക് പുട്ടുണ്ടാക്കാം, ചായ ഇടാം, കഴിക്കാം. നമ്മുടെ ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കാൻ ഒരു ചേച്ചിയെ വിളിച്ചിട്ടുണ്ട്. വന്നില്ല, വീട്ടില് ഒരു പുള്ളിക്കാരി ഇതുവരെ വന്നില്ല. അപ്പൊ അമ്മ പള്ളിയിൽ പോയിട്ട് വന്ന അമ്മയ്ക്ക് ക്ഷീണം കൊണ്ട് അമ്മ ഇവിടെ കിടക്കും. പുട്ടുണ്ടാക്കി വെച്ചിട്ട് അമ്മയെ കൂടി വിളിക്കാൻ വിളിച്ചു ഇങ്ങോട്ട് വരാന്. കിടക്കുവാ, വരാമെന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ ആണെങ്കിൽ ചിക്കൻ വാങ്ങിച്ചായിരുന്നു. മീൻ മേടിക്കാൻ ചെന്നപ്പോൾ മീനിന് കൊല്ലുന്ന വിലയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ മീൻ മേടിച്ചില്ല, ചിക്കൻ മേടിച്ചു. അപ്പം അത് എടുത്ത് കറി വെക്കാം. അത് ഫ്രിഡ്ജിനകത്ത് കഴുകി എടുത്ത് വെച്ചേക്കുമായിരുന്നു. അതെടുത്ത് വെച്ചു. ഞാൻ നമുക്ക് കറി വെക്കണം. മോരുകറി ഇരിപ്പുണ്ട്, എന്തെങ്കിലും ഒരു തോരനോ അങ്ങനെ എല്ലാം വെക്കണം. ഇന്നത്തെ പണികൾ അതൊക്കെ. പിന്നെ ചേച്ചി വരുമ്പോൾ ഇവിടെ എല്ലാം ഒന്ന് തുടപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് അതിന് മുമ്പ് അടുക്കളയിലെ പണികളെല്ലാം ഒതുക്കണം. പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ട്. അപ്പം കുറേ തുണികൾ, ബെഡ്ഷീറ്റൊക്കെ ഇനിയും കഴുകാൻ കിടപ്പുണ്ട്. ഇന്നിപ്പോൾ ചേച്ചി വന്നിട്ടെല്ലാം വൃത്തിയാക്കാണെന്നുണ്ട്. ബെഡ്ഷീറ്റൊക്കെ മാറ്റണം. അപ്പോൾ അതെല്ലാം കൂടി ഒന്നിച്ച് ബെഡ്ഷീറ്റ് മാത്രമായിട്ട് കഴുകാനിടാമെന്ന് വിചാരിച്ചു. ബാക്കി തുണികളെല്ലാം വാഷിംഗ് മെഷീനകത്ത് എടുത്തിട്ടു. നനച്ച് റെഡിയാക്കി വെച്ചിട്ട് പോയത് കൊണ്ട് സോഫ്റ്റായി കേട്ടോ. ഇതാണെങ്കിൽ നമ്മുടെ പൊൻകതിരിൻ്റെ പുട്ടുപൊടിയാണ്. വേറെ ബ്രാൻഡൊക്കെ ഞാൻ മേടിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇത്ര ഇതങ്ങ് സോഫ്റ്റ് ആയിട്ട് ഇരുന്നോളൂ എപ്പോഴും. മറ്റേയൊക്കെ അങ്ങ് കുറച്ച് കഴിയുമ്പം കട്ടിയായി. ഇതങ്ങനെ കുഴപ്പമില്ല കേട്ടോ. ഉപ്പും കൂടി വേണം. ഉപ്പിട്ടാണ് വേവിച്ചത്, എന്നാലും ഇച്ചിരി കൂടെ വേണം. ഞാനതുകൂടെ ചേർത്ത് തേങ്ങ ഇട്ട് ഇളക്കി എടുക്കട്ടെ. പഴം കൂട്ടി ഞാൻ കഴിക്കും. ഇമ്മണി ഒരു രണ്ട് ഉരുള പഴം കൂട്ടി കഴിക്കും. ബാക്കി പപ്പടവും പയറും കൂട്ടി കഴിക്കും. എനിക്ക് മാത്രം എനിക്കോ അവരെ എന്റെ കൈ വയ്യ. പുട്ടും പയറും ഒക്കെ റെഡിയായി. ഇനി പപ്പടം കാച്ചിയാൽ മതി. അമ്മ വന്ന് കഴിക്കാൻ. അമ്മ പഴം എടുത്തിട്ട് പോയി കേട്ടോ പുട്ടിൻ്റെ കൂടെ. എനിക്ക് പയറും പപ്പടവും കഴിക്കണമെന്ന് വലിയ ആഗ്രഹം തോന്നിയത് കൊണ്ടാണ് ഇന്ന്
നമ്മളിത് റെഡിയാക്കുന്നത്. അത് മാത്രമല്ല ആ ചേച്ചി ജോലിക്ക് വരുമെന്ന് പറഞ്ഞ് ചേച്ചിക്ക് ഇവിടെ ഫുഡ് കൊടുക്കണമല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ ആ ചേച്ചിക്കും കൂടിയാണ് തയ്യാറാക്കിയത്. പക്ഷേ ചേച്ചി കുറച്ച് താമസിച്ചാണ് വന്ന, വീട്ടിൽ ചോറൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ വന്നപ്പോഴത്തേക്ക് 11:30 ആയി, 11:30 കഴിഞ്ഞു. അപ്പോൾ ചേച്ചി അതുകൊണ്ട് രാവിലത്തെ കഴിച്ചില്ല. ഒരു 12 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് സാധാരണ സൺഡേ സ്കൂളൊക്കെ കഴിയുമ്പം മോനുകുട്ടിനെ വിളിക്കാൻ പോകുന്നത്. അപ്പോൾ ആ സമയമാകുമ്പോൾ ഒന്ന് വിളിച്ച് നോക്കാം, എന്നിട്ട് ഒരു ഓട്ടോ അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇനിയും ഒരുങ്ങി പോകാൻ വയ്യാന്ന് ഞങ്ങൾ മടിയായി പോയിട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു ഓട്ടോ വിളിക്കാം, എന്നിട്ട് മോനുകുട്ടിനെ അതിലിങ്ങ് വിളിച്ചുകൊണ്ട് വരാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോഴത്തേക്ക് അമ്മ വന്നു. അമ്മ കഴിക്കാൻ പുട്ടും പഴവും എടുത്തു. അപ്പോൾ ഞാൻ ഇച്ചിരി തേയിലവെള്ളം കൂടി ഇട്ടു. രാവിലെ ചായ കുടിച്ചതായതുകൊണ്ട് തേയിലവെള്ളം ഇട്ടു കേട്ടോ. അപ്പോൾ ഞാനത് കഴിച്ചിട്ട് അടുത്ത പരിപാടികൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഉച്ചയ്ക്ക് ഫുഡ് തയ്യാറാക്കണമല്ലോ. ചിക്കൻ മേടിച്ചത് ഇരിപ്പുണ്ട്, അത് കറി വയ്ക്കാം, ഒരു തോരനൊക്കെ വെക്കണം, പിന്നെ മോരുകറിയൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് ഓടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ലാസ്റ്റ് നമ്മുടെ കുഞ്ഞി പുട്ടായെടുത്ത്, എനിക്കത് മതിയായിരുന്നു കേട്ടോ. അരക്കുറ്റി പുട്ടാണ് എൻ്റെ കണക്ക്. അപ്പം പുട്ടും പയറും പപ്പടവും എടുത്തു. പഴവും കൂടി ചേർത്ത് കഴിക്കണമെന്നൊക്കെ തോന്നിയിരുന്നു, പക്ഷേ കഴിച്ചില്ല കേട്ടോ. ഇത് കഴിച്ചപ്പോഴത്തേക്ക് എൻ്റെ വയറ് നിറഞ്ഞു. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ടീച്ചറിനെ വിളിച്ചു. ടീച്ചർ പറഞ്ഞു സൺഡേ സ്കൂൾ പ്രോഗ്രാമൊന്നും കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഒരു 12:30 കഴിയുമ്പോഴത്തേക്ക് ടീച്ചർ വിളിച്ചിട്ട് ഓട്ടോ വിളിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ വാഷിംഗ് മെഷീനകത്ത് കുറച്ച് തുണികളൊക്കെ വാഷ് ചെയ്യാനുള്ളതെല്ലാം ഇട്ടതെല്ലാം മെഷീൻ എല്ലാം അടിച്ച് നനച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം എന്നെടുത്ത് വിരിക്കണം. ഇതൊക്കെ എൻ്റെ മുത്ത് ചെയ്തുകൊണ്ടിരുന്ന ജോലിയാണ്. ഇതിൻ്റെയൊക്കെ പ്രയാസങ്ങൾ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. പിന്നെ ആ ചേച്ചി വന്ന് ഈ മുറിക്കകത്തോട്ടൊന്ന് കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. കാട് വെട്ടി തെളിച്ച കണക്കെ ആയിരുന്നു കേട്ടോ. എന്തൊരു അഴുക്കും പൊടിയായിരുന്നെന്നറിയാമോ. മൊത്തം ക്ലീൻ ചെയ്ത് കട്ടിലും അലമാരി എല്ലാം മാറ്റി ചേച്ചി അവിടെ എല്ലാം തുടച്ചു. പിന്നെ അതിൻ്റെ സ്ഥാനമൊക്കെ ഒന്ന് മാറ്റിയിട്ടു. അമ്മയ്ക്ക് ആ മുറിക്കകത്തോട്ട് കയറുമ്പോൾ ശ്വാസം മുട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വാതിലിന് അങ്ങോട്ട് കയറുന്ന വാക്ക് തന്നെ നമുക്ക് കട്ടിലിടാമെന്ന് വിചാരിച്ചപ്പോൾ അത്രയും ശ്വാസം മുട്ടൽ തോന്നത്തില്ലല്ലോ. അപ്പോൾ കട്ടിലൊക്കെ അവിടെ ഇട്ട് പിടിച്ചിട്ടു. അലമാരി മേശയൊക്കെ നമ്മൾ അപ്പുറത്തെ സൈഡിലാക്കി. പിന്നെ ഞാൻ അടുക്കളയിലോട്ട് അങ്ങ് കയറി. പിന്നെ ചിക്കൻ കറി വെക്കാനുള്ളതെല്ലാം റെഡിയാക്കി. ചിക്കനും കറി വെച്ച് പിന്നെ ഒരു ക്യാരറ്റ്, കോവയ്ക്ക കിടന്നതിൽ അഴുക്കായിപ്പോയി കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ക്യാരറ്റാണ്. ഞാൻ ക്യാരറ്റൊക്കെ തോരന് വേണ്ടിയിട്ട് എടുത്തപ്പോഴത്തേക്ക് മോനുകുട്ടൻ ഓട്ടോയിൽ പള്ളിയിൽ നിന്ന് വന്ന വാക്ക് അടുക്കളയിൽ കയറി കേട്ടോ, അത് അരിഞ്ഞു തരാൻ വേണ്ടി. പക്ഷേ എനിക്ക് പേടിയാട്ടോ, ആ ബ്ലേഡിൽ നമ്മൾ അരിയുന്നതിൻ്റെ ഇടയ്ക്ക് കൈ ഒന്ന് മാറിപ്പോയാൽ ആ ബ്ലേഡെ കൊണ്ട് മുറിയുമല്ലോ, വിരൽ മുറിയും. അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ അരിഞ്ഞോളാം എന്ന് പറഞ്ഞു. പിന്നെ കുറച്ചൊക്കെ അരിഞ്ഞ് തന്നിട്ട് ക്യാരറ്റിൻ്റെ പകുതി കടിച്ചെടുത്തോണ്ട് പോയി, മുയലും കുഞ്ഞിൻ്റെ കൂട്ട്. ക്യാരറ്റ് പച്ചയ്ക്ക് കഴിക്കാൻ മോനുകൂട്ടൊരു ഭയങ്കര ഇഷ്ടമാണ്. ബാക്കി പിന്നെ ഞാൻ എല്ലാം അരിഞ്ഞ് തോരനൊക്കെ റെഡിയാക്കി. പിന്നെ അമ്മ അപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്നു. അമ്മയ്ക്ക് പൊടി ആയതുകൊണ്ട് അമ്മ പിന്നെ അങ്ങ് പോയായിരുന്നു കഴിച്ചിട്ട്. ഞാൻ പറഞ്ഞു ചോറുണ്ണാറൊക്കെ ആകുമ്പോഴത്തേക്കെല്ലാം റെഡിയാക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്മ അങ്ങോട്ടങ്ങ് പോയി. അപ്പോൾ നമ്മുടെ പ്രിയങ്ങളെല്ലാം മുത്ത് പോയതിന് ശേഷമുള്ള വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റ്, അമ്മ ഇവിടെ ഉള്ളതൊരു കാണുമ്പോൾ ഒരു ആശ്വാസമാണ്, മോനുകുട്ടനും എനിക്കും കൂട്ടാണല്ലോ എന്നൊക്കെ കേട്ടോ. അമ്മയോട് ഞാൻ ഈ മുത്ത് പോകുന്നതിന് മുമ്പേയും പറയുമായിരുന്നു ഇവിടെ വന്ന് വാ താമസിക്കുന്നു, പക്ഷെ അമ്മ വരത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴും അമ്മയോട് ഞാൻ പറഞ്ഞു ഇവിടെ നിൽക്കണമെന്ന്. എത്ര ദിവസം വരുമെന്നും കിടക്കുമെന്നും ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ. അമ്മയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ പ്രായമായവർക്ക് ചില നിർബന്ധങ്ങളൊക്കെ ഇല്ലേ, അതുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്ത് പിടിച്ചു കെട്ടി നിർത്താനൊന്നും നമുക്ക് പറ്റത്തില്ല. പിന്നെ അമ്മയ്ക്ക് അമ്മ ഇഷ്ടപ്പെടുന്ന അത്രയും ദിവസം വരട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. തൊടുക്കുവാ കഴിഞ്ഞോ? ചോറുണ്ണാമ്പാ, അത് കഴിയിട്ട് പോയേ കേട്ടോ. കഴിച്ചോ? പള്ളിയിൽ നിന്ന് കഴിച്ചോ? എന്തുവായിരുന്നു മക്കളെ? തോരൻ, ഇതുകൊണ്ട് തോരൻ അല്ലാതെ പയറിരിക്കുന്നു, അതൊക്കെ എടുത്ത് കൂട്ട്. 2 മണിയൊക്കെ ആയി. നമ്മൾ ഉച്ചയ്ക്കുള്ള ചോറൊക്കെ വിളമ്പി ആ ചേച്ചിക്കുള്ള ഫുഡൊക്കെ ഞാൻ വിളമ്പി വെച്ചു. ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അമ്മ അപ്പോഴത്തേക്ക് വന്നു കേട്ടോ. ചോറും ക്യാരറ്റ് തോരനും രാവിലത്തെ പയർ പുഴുങ്ങിയതുണ്ട്, ചിക്കൻ കറിയുണ്ട്, മോര് കറിയുണ്ട്, പിന്നെ ചമ്മന്തിപ്പൊടിയോ അച്ചാറോ ഒക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ കൂട്ടി നമുക്ക് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വീഡിയോ ഇന്നത്തേക്ക് ഇടാനുള്ള വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. ഈ ഒരു മുറിയാണ് ചേച്ചി വന്നതിന് ശേഷം വൃത്തിയാക്കിയത്. അതുപോലെ അഴുക്കായിരുന്നു ഇതിനകത്ത്.
അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചു. പിന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒക്കെ ഇരുന്നു. മോനുക്കുട്ടൻ ടി വി കാണാനിരുന്നു. അമ്മമ്മയും മോനും കൂടെ ടി വി കാണാനിരിക്കുമ്പോഴാണ് തമ്മിൽ തെറ്റുന്നത് കേട്ടോ. മോനുക്കുട്ടന് കാർട്ടൂൺ കാണണം, അമ്മമ്മയ്ക്ക് ശാലോം ടി വിയും ന്യൂസും ഒക്കെ കാണണം. അപ്പോഴാണ് ഇവർ തമ്മിൽ ശണ്ട കൂടുന്നത്. അപ്പം തിണ്ണയൊക്കെ തൂത്തുപൊടിയൊക്കെ തൂക്കാനുണ്ടായിരുന്നു. നമ്മുടെ മുറി, ഞാനും മോനുക്കുട്ടനും കിടക്കുന്ന മുറിയൊക്കെ തുടയ്ക്കാൻ ചേച്ചി അങ്ങോട്ട് കയറി. ഞങ്ങൾ പിന്നെ അവിടെയൊക്കെ ഇരുന്ന് സമയം എന്തായാലും 5 മണിയായി. 5 മണിയായപ്പോൾ ഞാൻ ചായ ഇടാമെന്ന് വിചാരിച്ചു. കാരണം തിണ്ണയും മറ്റേ ആ മുറിയെല്ലാം ക്ലീൻ ചെയ്ത് ഇനി അടുക്കളയും കൂടി ഒന്ന് തുടച്ചാൽ മതി. അടുക്കളയും നമ്മൾ പാത്രം കഴുകുന്ന ആ ഒരു ചെറിയ വർക്ക് ഏരിയ പോലെ അവിടെയും കൂടി ഒന്ന് തുടച്ചാൽ മതി. അപ്പോൾ അതിന് മുമ്പേ ഞാൻ ചായയൊക്കെ ഇട്ട് ചേച്ചിക്ക് കൊടുത്തു. അമ്മ അപ്പോഴത്തേക്ക് വന്നു. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ചായയുടെ കൂടെ പ്രത്യേകമായിട്ട് കഴിക്കാനൊന്നും ഇരിപ്പില്ലായിരുന്നു. ഒരു പാക്കറ്റ് അച്ചപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഞങ്ങൾ ചായയൊക്കെ കഴിച്ച് ചേച്ചി അപ്പോഴത്തേക്ക് അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് ഇറങ്ങി. പിന്നെ ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ചേച്ചി ജോലിയൊക്കെ നിർത്തിപ്പോയി. പിന്നെ ബാക്കിയുള്ള ജോലികൾ മുറ്റമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ മുത്തിൻ്റെ മുറിയെല്ലാം നല്ല ഷീറ്റൊക്കെ വിരിച്ച് എല്ലാം ക്ലീനാക്കി. നമ്മുടെ മുറിയിൽ ഷീറ്റൊന്നും വിരിച്ചില്ല. അവിടെ കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ട്. അതെല്ലാം ഒന്ന് മടക്കി വെച്ചിട്ട് ഷീറ്റ് വിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സന്ധ്യയായി, എല്ലാം ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് ഓണം ആകുമ്പോഴത്തേക്ക് കർട്ടനെല്ലാം ഒന്ന് മാറ്റണം. അതൊരു പണിയാണ്. അപ്പോൾ അതുകൂടിയേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ക്ലീൻ ആക്കി കേട്ടോ. ഇനി നമ്മുടെ പ്രധാനമായിട്ട് നമ്മുടെ ചവിട്ടിയെല്ലാം മാറ്റി പുതിയതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതൊക്കെ എടുത്തിട്ടു. മറ്റേ ചവിട്ടിയെല്ലാം ചേച്ചി കഴുകി തന്നു. അതൊരു വലിയ കാര്യമായിപ്പോയി അല്ലേ. അതെല്ലാം എനിക്ക് പാടാട്ടോ തേച്ചൊരച്ച് കഴുകി വൃത്തിയാക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. നമ്മൾ സന്ധ്യയ്ക്ക് എല്ലാം വൃത്തിയാക്കി തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. അമ്മ അപ്പോഴത്തേക്ക് വന്നു. എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ശ്വാസം മുട്ടലൊക്കെ മാറും. അപ്പോഴത്തേക്ക് അമ്മ വന്നു കേട്ടോ. ഇനിയിപ്പം നമ്മൾ സന്ധ്യ പ്രാർത്ഥനയൊക്കെ കഴിച്ച് നമുക്കിനി വല്ലതുമൊക്കെ കഴിച്ചിട്ട് എവിടെയെങ്കിലും മാറിക്കിടന്ന് ഉറങ്ങാം. മോനുകുട്ടൻ ഇപ്പം എന്തോ പറഞ്ഞേ? മുജേ കാന ചാഹിയേ. അമ്മയെ കൂടെ ഹിന്ദി പഠിപ്പിക്കാവോ? എനിക്ക് ഹിന്ദി അറിയത്തില്ല. ഇപ്പൊ പിന്നെ ഏത് ഭാഷയാ പറഞ്ഞത്? കാർട്ടൂൺ കാണുന്നുണ്ടല്ലേ. അപ്പൊ കാർട്ടൂൺ കാണുന്ന കുഞ്ഞുങ്ങളെ നിരുത്സാഹപ്പെടുത്തരുത്. പ്രത്യേകിച്ച് ഹിന്ദി, ഇംഗ്ലീഷ്, മറ്റു ഭാഷകളൊക്കെ പഠിക്കാൻ എളുപ്പമാണെന്നാണ് മോനുക്കുട്ടൻ്റെ വിദഗ്ധമായ അഭിപ്രായം. അപ്പം രാത്രി ചോറിനാൻ ചോറില്ല, ഇച്ചിരി ചോറുണ്ട്. പക്ഷെ നമ്മൾ രാവിലത്തെ പുട്ടാണ് കഴിക്കുന്നത് കേട്ടോ. വെള്ളം വെച്ച് ഞാൻ ഇച്ചിരി തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ ഈ വീഡിയോയ്ക്ക് വോയിസ് ഇടുന്നത് കടയിൽ ജോലിക്ക് വന്നിട്ട് ഇടയ്ക്ക് ഫ്രീ ടൈം കിട്ടിയപ്പോഴാട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വണ്ടികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, ക്ഷമിക്കണം. അല്ലാത്ത സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു. ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.